ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബബ്ബയുടെ പുതിയ അപ്ഡേറ്റ്, അതേപോലെ തന്നെ തളപതി വിജയുടെ ഒരുപക്ഷെ അവസാന സിനിമയാകാൻ പോകുന്ന ജനനായകന്റെ പുതിയ അപ്ഡേറ്റ്. ഇങ്ങനെ സംഭവബഹുലമായ ഒരു ക്രിസ്മസ് ദിനത്തിന്റെ സിനിമാ ലോകത്ത് അപ്ഡേറ്റിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരുന്നാലും ഒന്ന് പരിഗണിക്കുക. ആദ്യം തന്നെ നമുക്ക് ബബ്ബയുടെ അപ്ഡേറ്റിലേക്ക് വയ്ക്കാം. ബബ്ബയുടെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ശ്രീ ഗോകുലം മൂവീസ്, സിനിമയുടെ ഒഫീഷ്യൽ പ്രൊഡ്യൂസേഴ്സ് ആയ ശ്രീ ഗോകുലം മൂവീസ് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയ കളക്ഷൻ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. 50 കോടി എന്നാണ് അവരുടെ പോസ്റ്ററിൽ പറയുന്നെങ്കിലും ട്രാക്കിംഗ് സൈറ്റുകൾ പറയുന്നത് 40 കോടി കടന്നിട്ടേ ഉള്ളൂ എന്നാണ്. ഒരു കൈൻഡ് ഓഫ് തള്ളലായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. ഇനി ജനനായകന്റെ അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ജനനായകൻ ജനുവരി 9-ന് തളപതി വിജയുടെ 3 ദശകങ്ങൾ നീണ്ട കരിയറിനൊടുവിൽ അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അവസാന സിനിമയാവാൻ പോകുന്ന ആ ഒരു സിനിമ, അതിന്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഡിസംബർ 26-ാം തീയതി, അതായത് നാളെ, അതിന്റെ ഒരു സോങ് റിലീസ് ആവാനിരിക്കുന്നു എന്നാണ് വരുന്ന അപ്ഡേറ്റ്. ഇനി ഡിസംബർ 26. അതിനുശേഷം അടുത്ത അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ബോളിവുഡിൽ നിന്ന് വിരുന്നെത്തിയ ദുരന്തർ, ക്രിസ്മസ് വിരുന്നെത്തിയ ദുരന്തർ, എവരെ ഞെട്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ദുരന്തർ 1000 കോടിയിലേക്ക് അടുക്കുകയാണല്ലോ. 1000 കോടിയിലേക്ക് അടുക്കുന്ന ചിത്രം ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിന്റെ അനൗൺസ്മെന്റ് പ്രകാരം മാർച്ച് 19-ന് ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. ഇനി നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിക്കുന്ന പ്രകാരം, അതായത് നമ്മുടെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിക്കുന്ന പ്രകാരം ഏതാണ്ട് 183ഓളം സിനിമകൾ കേരളത്തിൽ ഇറങ്ങി. അതില് ഏതാണ്ട് 16ഓളം സിനിമകൾ മാത്രമാണ് സൂപ്പർ ഹിറ്റുമായി വന്നത്. ബാക്കിയുള്ള സിനിമകൾ വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാതെ പോയി എന്നാണ് അവർ പറയുന്നത്. പിന്നെ അടുത്ത അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ സർവമായ, എന്താ പറയുക, ചോക്ലേറ്റ് ബോയ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നിവിൻ പോളിയുടെ ഒരു പുതിയ സിനിമ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ. അതിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ മണിക്കൂർ ബുക്ക് മൈ ഷോയുടെ സ്റ്റാറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ മണിക്കൂറിൽ 10,000 ടിക്കറ്റുകളോളം വിറ്റ് പോകുന്നുണ്ട്. എന്തായാലും നിവിൻ പോളി തന്റെ തിരിച്ചുവരവിന്റെ സൂചനകളാണ് ഈ കാണിക്കുന്നത്. പ്രേമം, അമർ അക്ബർ അന്തോണി, അതേപോലെ കട്ടത്തൻ മറയത്ത് എന്നീ സിനിമകൾ കൊണ്ട് വിജയശ്രീ ലാളിതനായി മലയാള സിനിമയിലൂടെ തേരോട്ടം നടത്തിയ നിവിൻ പോളി തന്റെ തിരിച്ചുവരവിന്റെ തേരോട്ടം ആരംഭിച്ചു എന്നാണ് നമുക്ക് ഈ ബുക്ക് മൈ ഷോയിലെ ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്. അപ്പം എന്തായാലും സിനിമ കൂടുതൽ വിജയങ്ങളിലേക്ക് പോകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. എന്തായാലും ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെയുള്ള സമയം നിവിൻ പോളി ഇങ്ങ് ചോദിച്ച് വാങ്ങി, ഞാൻ ഇങ്ങ് എടുക്കുക, എനിക്കിത് വേണം, എനിക്കിത് തരണം എന്ന് നിവിൻ പോളി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴേ സിനിമ പ്രീസീൽ കളക്ഷനായിട്ട് 1,50,00,000 രൂപയാണ് തിയേറ്ററുകളിൽ നേടിയതെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ